ഇന്ന് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ചർച്ച ചെയ്യുന്നത് ആർട്ട് ഓഫ് കോമ്പോസിഷനാണ്. ബാലൻസ് ദി ആർട്ട് ഓഫ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ ചെയ്യാനുള്ള ആർട്ട്, അത് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പല ടൈപ്പിലുള്ള കോമ്പോസിഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ദി ടെക്സ്റ്റ് about on the subject of composition and balance. Most introductory design course containing at least one mandatory unit called fundamentals of art and designs. ഡിസൈനിൻ്റെ ആർട്ടിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ഫണ്ടമെൻ്റൽസ് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻസ് നമ്മൾ ക്രിയേറ്റിവിറ്റി പഠിച്ചിട്ടാണ് നമ്മൾ കോമ്പോസിഷനിലേക്ക് വന്നത്. ഇനി കമ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. പല രീതിയിലുള്ള കമ്പോസിഷൻ മെത്തേഡ്സുകൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തന്നു. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇൻ ദിസ് ക്ലാസ് സ്റ്റഡി, പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനേക്കാൾ കൂടുതൽ സമയം തിയറിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിയറി പ്രധാനമായിട്ട് എഴുതിച്ചിട്ട് അതിന് സെപ്പറേറ്റ് മാർക്കും പ്രാക്ടിക്കലിന് പ്രത്യേക മാർക്കുമാണ്. പ്രാക്ടിക്കൽ വേറെ ഒരാൾക്ക് വെറും 30 മണിക്കൂർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേ 45 മണിക്കൂർ. അതാണ് ഞാനിത് കൂടുതൽ പറഞ്ഞു തരുന്നത്, പിന്നെയും പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്താണ് ഫോട്ടോഗ്രാഫിയുടെ ഹിസ്റ്ററി എന്ന് ഞാൻ പറഞ്ഞു തന്നു. എന്താണ് നിങ്ങളുടെ കമ്പോസ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. എന്തൊക്കെ എല്ലാം യോജിപ്പിച്ചിലാണ് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു ആർട്ട് സെൻസാണ് നിങ്ങളെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കുന്നത്. നിങ്ങളുടെ സെൻസ് അങ്ങനെ രീതിയിൽ നിങ്ങൾ നിരന്തരം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണെന്നും ഒത്തിരി കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് in these classes students are presented with all sorts of rules and guidance of following if they want to make masterpieces. I am not able to go into the depth about all these ideas, but what I will do in case use some basic ideas that will get you started. നമുക്ക് കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു നല്ല ഫോട്ടോഗ്രാഫറിൻ്റെ കമ്പോസിങ് രീതികളിലേക്ക്, ആർട്ട് സെൻസിലേക്ക് നമുക്ക് വിഷ്വൽ വെയിറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന എൻ്റെ വിഷ്വലിൽ വെയിറ്റേജ് കൊടുക്കുന്നത് സെൻറ്റർ വെയിറ്റേജാണ്. സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഈ റൂമിലാണ്. പക്ഷേ സെൻറ്റർ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ സെൻറ്ററിനെ വെയിറ്റേജ് ചെയ്തിട്ട് ആ ഒരു കോമ്പോസിഷൻ്റെ ഡെപ്ത്ത് പിടിച്ചു നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്, അതിൻ്റെ ഘനം. കോമ്പോസിഷൻ ഓൾ അബൌട്ട് ദി മേക്കിംഗ് ദി elements with your frame, seeing the balance and at easy with themselves. To achieve this, look at the visual weightage of each elements in the color, texture or brightness. All determine how much attending the grable effect or weight on an object has. A red flower, a deep green lawn, for instance, will attract a lot of attention. It has visual weightage due to the contrast of color. കോൺട്രാസ്റ്റ് ഓഫ് കളേഴ്സ് വെയിറ്റേജ് പ്രതിനിധീകരിക്കാൻ കളറുണ്ട്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാം എടുക്കാൻ, നിങ്ങൾ ഒരു പത്ര ഓഫീസിൽ ജോലിയാണ്, നിങ്ങളോട് പ്രോഗ്രാം എടുക്കാൻ നിങ്ങൾ വിടുകയാണെന്ന് വെച്ചോ, ന്യൂസ് കവർ ചെയ്യാൻ. അപ്പോൾ അതിൽ പ്രധാന അതിഥി എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവർണറാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ മന്ത്രിമാരുണ്ടാവും. പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ വെയിറ്റേജ്, ആ പ്രോഗ്രാമിൻ്റെ പിക്ചറിൻ്റെ വെയിറ്റേജ് നിൽക്കുന്നത് സെൻട്രലൈസ് ചെയ്ത് അവർക്ക് സീറ്റ് കൊടുക്കുന്ന ആൾക്കായിരിക്കും, ഗവർണർക്കായിരിക്കും. അതായത് ഭരണഘടനാപരമായി പ്രധാനമന്ത്രി പ്രസിഡൻറ്റും ഒക്കെ ആണെങ്കിൽ അവരായിരിക്കും ഏറ്റവും സെൻട്രലിലിരിക്കും. ആ സെൻട്രൽ വെയിറ്റേജ് ആയിട്ട് രണ്ട് സൈഡിലേക്കാണ്. തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഉണ്ടാവും, തൊട്ടടുത്ത് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം അതിനൊരു പ്രോട്ടോകോൾ തിയറിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഈ പറയുന്ന വെയിറ്റേജ് ഓരോ ചിത്രങ്ങൾ കൊടുക്കും. വെയിറ്റേജ് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. വെയിറ്റേജ് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും വെയിറ്റേജ് നിശ്ചയിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു എസ്തറ്റിക് സെൻസ് വെയിറ്റേജ് നിശ്ചയിക്കാം നമുക്കത്. പക്ഷേ ആ മെയിൻ സബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആയിരിക്കും അതിൻ്റെ വെയിറ്റേജ് നിൽക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കൂട്ടിൽ കിടക്കുന്ന തത്തയെ നിങ്ങൾ ചിത്രീകരിക്കാൻ പറയുമ്പോൾ കൂടും തത്തയും വരും. പക്ഷേ തത്തയുടെ മനോഹരമായ കണ്ണിൽ, അതിൻ്റെ ചുണ്ടിലുമൊക്കെയാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സെൻട്രലൈസേഷനോ അതിൻ്റേതായ ബാലൻസോ അതിൻ്റേതായ എസ്തെറ്റിക്കൽ വിഷനോ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളത് കമ്പോസ് ചെയ്യുന്നത്. ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വിഷ്വൽ വെയിറ്റേജ്. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എ പ്രൊഡക്റ്റ് ബാലൻസ് കമ്പോസിഷൻസ് ഇസ് ഫോട്ടോഗ്രാഫി ഹാസ് ടു അഡ്ജസ്റ്റ് ദി പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ദി ഫ്രെയിം അക്കോർഡിംഗ് ടു ദെയർ വിഷ്വൽ വെയിറ്റ്. ഇഫ് യു പ്ലേസ് എ ബ്രൈറ്റ് white elements on the edge of the frame, our eye will be attracted to it.
ഇഫ് യു പ്ലേസ് എ ബ്രൈറ്റ് വൈറ്റ് എലമെൻറ്റ്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ബ്രൈറ്റ് വൈറ്റ് എലമെൻറ്റ്സ് ഒരു വെയിറ്റ് ഒരു സ്ക്രീൻ ഒരു സൈഡിലേക്ക് മാറിപ്പോയ വെയിറ്റ് ചിലപ്പോൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു റെഡ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കായിരിക്കും ക്യാമറ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നിടത്തേക്കായിരിക്കും ക്യാമറ ഇപ്പോൾ ക്യാമറയിലൂടെ കാണുന്ന കാഴ്ചയ്ക്ക് എപ്പോഴും നമ്മൾ പ്രകാശത്തെ കൂടെ മുന്നിൽ കണ്ട് നിറങ്ങളെ കൂടെ മുൻകണ്ട് വേണം കമ്പോസ് ചെയ്യാൻ. അല്ലാതെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിഫ്ലക്റ്റഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളിൽ അതിനെ പിക്ക് ചെയ്തെടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഒരു സെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ടൈപ്പ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത് സിംപിളി ബാലൻസ് സിമെട്രിക്കൽ വിത്ത് ദി റിയൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദി എലമെൻറ്റ്സ് വിത്ത് മോസ്റ്റ് വിഷ്വൽ വെയ്റ്റ് ഈസ് ഇൻ ദി മിഡിൽ ഓഫ് ദി ഫ്രെയിം. Attempt to the balance on the other hand seems that the interesting point are of certain. A good guide when position subject of center is the rule of third. The frame is divided the vertical and horizontal. The third is balances pictures elements are placed to this time of their junction points. നമ്മളിപ്പോൾ റൂൾ ഓഫ് തേർഡ് ഇങ്ങനെ രണ്ടുപേരെ ഇങ്ങനെ അങ്ങനെ ആകെ 9 ചതുരങ്ങളിലുള്ള ആയിട്ടാണ് ആ റൂൾ ഓഫ്. അതിൻ്റെ പോയിൻ്റ് എങ്ങനെയാണോ ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ബാലൻസുകൾ ചെയ്യുക. അത് നിങ്ങൾ ഫോണിൽ തന്നെ ഓൺ ചെയ്ത് നിങ്ങൾ ഓരോ ചിത്രങ്ങളെ റൈറ്റ് ബാലൻസും ലെഫ്റ്റ് ബാലൻസും കളർ ബാലൻസും അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് സെൻറ്റർ ബാലൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി ചില കാര്യങ്ങളിൽ നമ്മൾ വരുന്ന ഡെപ്ത് ഓഫ് ഫീൽഡ് കണക്കാക്കിയിട്ടും നിങ്ങൾക്ക് ആ ബാലൻസ് ചെയ്ത് പഠിക്കാം. അതിൽ പ്രധാനമായിട്ടും ദി റൂളർ മീൻസ് ദി ബ്രോക്കൺ. ഡീറ്റെയിൽ അബൌട്ട് ദി ജസ്റ്റ് ഗൈഡൻസ് കംഫോർട്ട് ദം വിൽ ഇൻക്രീസിങ് ദി ചാൻസ് ഓഫ് അച്ചീവിങ് വിഷ്വൽ ബാലൻസ് ബട്ട് വുഡ് ഗൈഡൻസ് T2 are great image don't avoid others to any other rules. The best advice I can guide it look at how other image making handle balance in their work and then practice. ഇതിനാണ് എനിക്ക് പറയാവുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഞാൻ തന്ന പുസ്തകങ്ങളുടെ ഡീറ്റെയിലൊക്കെ വെച്ച് നിങ്ങൾ എപ്പോഴും കയറി നോക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആർത്തി അത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, അതിങ്ങോട്ട് വരാൻ അത് ചെയ്തു തുടങ്ങാൻ പറ്റും. വെറും 30 മണിക്കൂറേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സമയം യൂണിവേഴ്സിറ്റി പറയുന്നുള്ളൂ. ആ 30 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് അവർക്കറിയാം. പക്ഷേ തിയറിയുടെ പരീക്ഷ എഴുതുമ്പോൾ ഈ തിയറികൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബാലൻസ് ഉണ്ടാക്കുന്നത്, ആ ബാലൻസ് എന്തിനാണ് തെറ്റിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ റൂൾ ആർ മീൻസ് ടു ബി ബ്രോക്കൺ. ഈ റൂളുകൾ നമ്മൾ ബ്രോക്കൺ ചെയ്തും നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കാം. ബ്രോക്കൺ റൂൾസുകൾ അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിലാണ് നിങ്ങളത് കാണിച്ചു തരുന്നത്. ബ്രോക്കൺ മെയിൻലി ഇത് പ്രാക്ടീസ് ബീൻ ഷൂട്ടിംഗ് ഫോർ എ വൈൽ ദി ബേസിക് ബിക്കോസ് second nature and you will be able to refine your skill and orchestration of complex compositions with more easy than you there possible. Lest children take eyes to learn to read. It will take time for your because visual literary വിഷ്വലി നമ്മൾ ആ ഭാഷ വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പുതിയ രീതികളുണ്ടാക്കാം, പുതിയ മെത്തേഡ്സുകൾ ഡെവലപ്പ് ചെയ്യാം, പുതിയ രീതിയിൽ പടങ്ങളെടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ആംഗിൾ ഓഫ് വ്യൂ ടു ദി പെർസ്പെക്റ്റീവ് ഗെറ്റിംഗ് റൈറ്റ് ഡൗൺ. ടു ഓഫൺ ദി ഫോട്ടോഗ്രാഫർ ഗെറ്റ് ദി ഹാബിറ്റ് ഓഫ് ഓൾവേസ് ഷൂട്ടിംഗ് their image from the same height in the most cases. This is eye level or the height of your trip. By always shooting for one level, you will be missing out on a lot of great images. Shooting high, shooting low, but just keep the shooting. I can still remember as new photographers going to see how
a rule professional work. At the time the BS shooting, some pass images for the local paper. Once it started the photography, I recall how to move around his subject shooting and taking. All the time he changed position constantly, making sure he had covered all the possibilities available for the location and the sitter in his word he has working the subject. നിങ്ങളിവിടെ മോഡലിംഗ് ചെയ്യാൻ പോയി നിങ്ങൾ കൂട്ടുകാരത്തിനെ നിർത്തി മോഡൽ ചെയ്യിക്കുന്നത്, അയാളുടെ എല്ലാം ഫേസിൻ്റെ ഫ്രണ്ട് വ്യൂ, പ്രൊഫൈല്, 3/4 വ്യൂ, സറൗണ്ടിങ് വ്യൂസ്, ഇങ്ങനെ പലതും എടുത്ത് ഫുൾ സൈസ്, ഹാഫ് സൈസ്, ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ്, ഇങ്ങനെ പലതും എടുക്കും. നിങ്ങളൊരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ലൊക്കേഷനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ലൊക്കേഷനിൽ എവിടെ ക്യാമറ വെച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അലഞ്ഞ് നടന്നിട്ട് നിങ്ങൾ കമ്പോസ് ചെയ്യുന്നതിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ചിത്രങ്ങൾ നിമിഷമാരം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കും. അത് നിങ്ങൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അതിലൂടെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം. ഫോട്ടോഗ്രാഫിയിൽ ഈ കമ്പോസിങ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്, അതിനെ റൂൾസുകളെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് നമുക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് എടുക്കാൻ നമുക്ക് പലതരം ലെൻസിന് ആവശ്യമുണ്ട്. ലെൻസ് it is the amazing the kit options that you contemporary photographs has. New here is to the more true than when it comes to lens choice. Even those of us who have to work to strict hardest and able to purchase either good zoom or a set of prime lenses of different lenses. നമുക്ക് ഒത്തിരി തരം ലെൻസുകൾ പല കമ്പനിയുടെ പല രീതികളിലുള്ളതും ഓരോ ക്യാമറയ്ക്ക് അനുയോജ്യമായതും ഇന്ന് വിപണിയിൽ ലഭിക്കുന്നുണ്ട്. ലെൻസ് ആണ് നമുക്ക് ഒരു ആംഗിൾ ഫിക്സ് ചെയ്ത ആംഗിളിനകത്ത് ഒരു ലെൻസ് ആംഗിൾ ഉണ്ടാവും. എപ്പോഴും എടുക്കുന്ന ചിത്രങ്ങൾക്ക് ലെൻസ് ആംഗിൾ ഒരു പ്രധാന സംഭവമാണ്. നമ്മൾ ഏതെങ്കിലും ആംഗിളിൽ ചിത്രം വെച്ചാൽ ലെൻസിന് അത് പകർത്തിയെടുക്കാൻ ഒരു അളവുണ്ടാവും. വൈഡ് ആംഗിൾ വെച്ചാൽ വളരെ വൈഡായിട്ടുള്ള ചിത്രങ്ങളെ വളരെ ഡെപ്ത് ഓഫ് ഫീൽഡിൽ ലഭിക്കും. നാരോ ആംഗിൾ സൂമോ ടെലിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാരോ ആംഗിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ ബൊക്കയായിട്ടോ, അതായത് ചുറ്റും ബ്ലറി ആയിട്ടും നല്ല ഷാർപ്പ് ലൈറ്റിങ്ങിലും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ പകർത്തിയെടുക്കാൻ പറ്റും. ഇതിനിടയ്ക്കാണ് സ്റ്റാൻഡേർഡ് ലെൻസുകൾ വരുന്നത്. അത് നമ്മളിപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് 1855 ഉണ്ട്, 18105 എന്നൊക്കെ പറയുന്ന ലെൻസുകൾ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതിനകത്ത് മിനിമം ഭംഗിയുള്ള ഏതുതരം ചിത്രങ്ങളും ഒരു 28 105 എന്നൊക്കെ പറയുന്ന ലെൻസിന് താഴെയാണ് 1850, അതായത് ഒരുപാട് വൈഡും ഒരുമാതിരി മീഡിയം സ്റ്റാൻഡേർഡ് സൈസും കിട്ടുന്ന ലെൻസാണ് നമുക്കുള്ളത്. 28 105 ലെൻസിനാണ് ഈ പറയുന്ന വേറെ റേഞ്ചിൽ ഇത് കിട്ടും. പല റേഞ്ചിലുള്ള ലെൻസസ് നമുക്ക് വാങ്ങാൻ കിട്ടും. 35 mm ലെൻസ് മാത്രം ഉപയോഗിച്ച് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ മാത്രമുണ്ട്, ഒറ്റ ലെൻസ് മാത്രം. അത് നമ്മൾ 70D ക്യാമറയുടെ കൂടെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7D എന്ന് പറഞ്ഞിട്ട് കാനോണിൻ 7D എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ എടുക്കുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു ക്യാമറയാണ്. അതിനകത്ത് 35 mm ലെൻസ് മാത്രം വെച്ച് സിനിമ ചെയ്ത ആൾക്കാരാണ്. ഒരു ചെറിയ ലെൻസ്. ഇതുവരെ നമുക്കിനി മാക്രോ ആയിട്ട് ചെറിയ സൂക്ഷ്മമായ വസ്തുക്കളെ ഉപയോഗിക്കാം. മാക്രോ ലെൻസസ്, മീഡിയം റേഞ്ചിലുള്ള ഇതൊക്കെ എടുക്കാനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ലെൻസും, വൈഡ് ആംഗിൾ എടുക്കാൻ വൈഡ് ലെൻസും, സൂം ചെയ്തിട്ട് ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ ദൂരെ നിന്ന് തന്നെ പകർത്തിയെടുക്കാൻ പറ്റിയ സൂം, അതിന് കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ടെലി ലെൻസുകളും ഒക്കെ നമുക്ക് വിപണിയിൽ ലഭിക്കും. ഈ ലെൻസിന് വരുമ്പോഴുള്ള നാരോ ആംഗിൾ എങ്ങനെയാണ്, വൈഡ് ആംഗിൾ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് മിനിമം മീഡിയം ആംഗിൾസ് എങ്ങനെയാണ്, ഈ 3 തരത്തിലുള്ള ആംഗിൾസും എക്സ്ട്രീം ക്ലോസപ്പുകൾ അല്ലെങ്കിൽ എക്സ്ട്രീം മൈക്രോസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ലെൻസുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ, അതായത് കമ്പോസ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഇത്. ദി ഡിജിറ്റൽ വേൾഡ് ടു ദി ചേഞ്ചസ്. ദി ഫസ്റ്റ് ജനറേഷൻസ് ദി ക്യാമറ ഹാഡ് either fixed focal lengths, lens or wide short zooms. More and more of the never
are being to realized with long zooms that are the latest, the 35mm equal of 25-105. മുമ്പ് കാലങ്ങളിലൊക്കെ ഫിക്സഡ് ലെൻസ്, ചെറിയ ലെൻസുകളൊക്കെ ഫിക്സഡായിട്ട് വെക്കാൻ ലൂമൊന്നും ചെയ്യാൻ പറ്റാത്ത ലെൻസുകളായിരുന്നു, ഫിക്സഡ് ലെൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് ഓട്ടോയിലൊക്കെ കിട്ടുന്ന പോലത്തെ അതിനകത്തൊരു മിനിമം ചിത്രങ്ങൾ ഭംഗിയായിട്ട് കിട്ടും. ഇപ്പോൾ 35mm ലെൻസ് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു 125-105 എന്നൊക്കെ പറയുന്ന 28-105 എന്ന് പറയുന്ന ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിലുള്ള ഒത്തിരി ചിത്രങ്ങൾ, ഒത്തിരി ലെൻസ് ആംഗിൾസുകൾ മാറി മാറി വരുന്നു. ഇപ്പം നമുക്കത് പഠിക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വീഡിയോ ക്യാമറയിൽ നമുക്ക് ഒരു റൂമിനകത്ത് വൈഡും എടുക്കാം, റൂമിനകത്ത് മീഡിയം ഷോട്ടും എടുക്കാം, അതിനകത്തൊരു ക്ലോസപ്പ് എടുക്കാവുന്ന സെറ്റപ്പിലാണ് ഈ വീഡിയോ ക്യാമറയിൽ. അത്രയും ലെൻസുകൾ നമ്മൾ സ്റ്റില്ലാണ് എടുക്കണമെങ്കിൽ ആ സ്റ്റില്ലിൻ്റെ ബോഡിക്ക് അനുസരിച്ച് ആ ബോഡി താങ്ങുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും ഈ 28-105 കുറേ റേഞ്ചസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ വേൾഡിൽ ഒരു ലെൻസ് ഇട്ട് പല റേഞ്ച് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. ദി availability of this type of lenses give the photographer a whole host of compositional options. The first and most obvious, the ability to zoom in or out from a subject without changes positions. അത് നമ്മൾ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും പല റേഞ്ചിലുള്ള ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ ചില ലെൻസുകൾ കൊണ്ട് കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. ദി സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആസ് ഇറ്റ് ഡീൽ വിത്ത് ദി ചേഞ്ചസ് പെർസ്പെക്റ്റീവ് ദാറ്റ് occurs when moving between wide angle and long lenses. Using long lenses will flatten the perspective in your images, where wide angle lenses will increasing of steepen the effect. If you don't move around your subject or changes the focal length of your lenses, you are missing opportunities to the change to the discover and shoot images that you had to the dreamed of. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ലെൻസ് വെച്ച് ഒരിടത്ത് തന്നെ നിന്നുകൊണ്ട് പല രീതിയിലുള്ള ലെൻസ് ആംഗിൾ ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരാൾ വൈഡ് എടുക്കാൻ പറ്റും, മീഡിയം എടുക്കാൻ പറ്റും, ക്ലോസ്, വെസ്റ്റ് ക്ലോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ലെൻസസ് ഒരിടത്ത് നിന്ന് നമ്മൾ മാറണ്ട ചില കാര്യങ്ങൾ. പക്ഷേ ആംഗിൾസ് മാറിയിട്ട് ഈ പറയുന്ന ലെൻസ് ആംഗിൾസുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ലെൻസിന് കോമ്പോസിഷൻസിൽ ഏറെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റുകൾ ഡേ ലൈറ്റ്സിലെടുക്കുമ്പോഴും കൃത്രിമ ലൈറ്റ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ചെയ്യുന്ന സ്റ്റിൽസ് ആയാലും പുറത്തു പോയിട്ട് നമ്മളാളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മോഡലിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ ആയാലും ഈ ലെൻസ് നിങ്ങളുടെ കയ്യിലുള്ള ലെൻസിനനുസരിച്ച് വാല്യുബിളായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ഇരിക്കുന്ന മെഷീൻ, ക്യാമറ മെഷീൻസ്, അതിൻ്റെ അകത്തുള്ള ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ സൈസസ് ഓഫ് നമ്മൾ ഒരു സെൻസർ നിങ്ങളുടെ ക്യാമറയുടെ ഉള്ളിലിരിക്കുന്ന സെൻസർ, ഇപ്പം നമ്മുടെ മൊബൈലിലിരിക്കുന്ന സെൻസർ ഏറ്റവും ചെറിയ ലെൻസ് സെൻസറാണ്. അതുകൂടാതെ ഫുൾ ഫ്രെയിംഡ് സെൻസർ വരെയുള്ള അല്ലെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 35mm പഴയകാല ഫിലിമിൻ്റെ വലിപ്പമുള്ള വലിയ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നതുള്ള ലെൻസുകളും നമുക്ക് സെൻസറുകളുമുള്ള ക്യാമറകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്ന ലെൻസുകളും ആ സെൻസർ സൈസും മാച്ച് ചെയ്യുന്ന പ്രോസസ്സിങ്ങിലൂടെ ബെറ്റർ പിക്ചറുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഇരിക്കുന്ന APC സൈസ് സെൻസറുള്ള ചെറിയ ബിഗിനേഴ്സ് സ്റ്റൈലുണ്ടാവും. ഫുൾ ഫ്രെയിം സൈസുള്ള ഒരു 85,000, 90,000, 1,00,000, 1,50,000 രൂപയുടെയൊക്കെ ക്യാമറയിൽ ഒക്കെ ഫുൾ ഫ്രെയിം സൈസ് പല ക്യാമറകളും ചെറിയ ക്യാമറയിൽ തന്നെ ഫുൾ ഫ്രെയിം സൈസ് സെൻസേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് സെൻസറിങ്ങിൻ്റെ സൈസ് അനുസരിച്ച് ലെൻസിനും മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മൾ മുന്നിൽ കാണുന്നതും അല്ലെങ്കിൽ വ്യൂ ഫൈൻഡറിൽ കാണുന്നത് ലൂടെ അതേ വലിപ്പത്തിലുള്ള കാര്യങ്ങൾ തന്നെ അത് പിക്ചറിൽ കിട്ടുക, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്ത് പോകാത്ത രീതിയിലുള്ള വലിപ്പത്തിലുള്ള ചിത്രങ്ങൾ 4K എടുത്താൽ 4Kയുടെ അകത്ത് തന്നെയാണെങ്കിലും നമ്മുടെ മോണിറ്ററൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സൈസ് കൃത്യമായ വലുപ്പത്തിൽ പകർത്തിയെടുക്കാൻ കഴിയുന്നത് സെൻസറിൻ്റെ വലുപ്പം പോലെ തന്നെ ലെൻസിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഇത്തരം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകാം.